എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുൻപിലാണ്. രേണുസുതി, ബിഷപ്പ്, നോബിൾ ഫിലിപ്പ് അമ്പലവയിൽ, കിച്ചു. പ്രിയപ്പെട്ട ബിഷപ്പ് മാമ, ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾക്ക് ഒരിച്ചിരിയെങ്കിലും നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഉണ്ടോ? അല്ല, ഈ വ്യക്തിയെ അറിയാവുന്ന ആളുകളാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നില്ല താങ്കൾക്ക് ഒരിച്ചിരി നാണവും മാനവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിപാടിയും കാണിച്ചുകൊണ്ട് ചേട്ടൻ ഇറങ്ങത്തില്ല. ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, മനസ്സിലാക്കാം. അത് കഴിഞ്ഞതാ വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ. എന്ത് കാര്യത്തിന് ബിഷപ്പ് മാമ? എന്ത് കാര്യത്തിന്? നാട്ടുകാർ നിങ്ങളെ നല്ല തെറി പറയും. അതിന് നിങ്ങൾ നാട്ടുകാരെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാട്ടുകാരെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിരിപ്പിന്. ഓക്കെ, അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. ഒരു ഇന്റർവ്യൂ കൊടുത്തു, നാട്ടുകാരുടെ വായിരിക്കുന്നതൊക്കെ കേട്ടു. അടുത്ത ഇന്റർവ്യൂവിൽ സ്വയം വെളുപ്പിക്കാൻ വന്നിരുന്നപ്പോൾ കൂടുതൽ പണിയായതേ ഉള്ളൂ ബിഷപ്പ് ചേട്ടാ. അതൊന്ന് മനസ്സിലാക്ക്. എന്തൊക്കെയാ താൻ വിളിച്ച് പറയുന്നത്? ഒരിച്ചിരി ബഹുമാനം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കേട്ടോ, അതൊക്കെ പോയി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. ഈ ബിഷപ്പ് ചേട്ടനോട് എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒന്ന് പറ. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണേ. എന്തിൻ്റെ സോക്കേടാ ബിഷപ്പ് ചേട്ടാ? ഈ താങ്കൾ മറ്റേ എന്താ പള്ളിയിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേ? ഒന്നും ഇല്ലേ? ചുമ്മാ ഇരിപ്പാണോ? ഈ മേട എന്നല്ലേ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്? എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഇഫ് ഐ എം സേയിങ് സംതിങ് റോങ്, ഐ എം സോറി. എനിക്ക് തോന്നുന്നു മേട എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന താങ്കളുടെ വീട്, അവിടെ താങ്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു പണിയില്ലേ? എന്തിനാണോ താൻ ആ കിച്ചുവിന്റെ നെഞ്ചത്തോട്ട് കയറാൻ ഇങ്ങനെ ഇറങ്ങുന്നത്? എന്ത് കാര്യം ഉണ്ടായിട്ട്? നിങ്ങളെ നമ്മളൊക്കെയാണോ വിളിച്ച് സോഷ്യൽ മീഡിയയിലോട്ട് വാ മാമ ബാ വന്നങ്ങോട്ട് പറ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിറക്കിയോ? എൻ്റെ അറിവിൽ ഞാൻ വിളിച്ചിറക്കിയിട്ടില്ല. അല്ല, അങ്ങനെ ആരെങ്കിലും താങ്കളെ വിളിച്ചിറക്കിയതാണെങ്കിൽ താങ്കളത് പറയണം കേട്ടോ, ആ പേരാരുടെയാന്ന്. അല്ല, പുതിയ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ആരൊക്കെയോ താലപ്പൊലി എടുത്ത് താങ്കളെ അങ്ങോട്ട് ഇറക്കിയിട്ടാണ് താങ്കൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങി കഥ പറയാൻ തുടങ്ങിയെന്ന്. ആരാ അത്? ഒന്ന് പേര് പറ. പ്രിയപ്പെട്ടവരെ, ഈ ഡിസ്ക്ലൈമർ തുടക്കത്തിലെ ഒരു സാധനം ഞാൻ അങ്ങ് തരാം. വേറൊന്നുമല്ല, ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം എടുത്ത് കാണാൻ ഇരുന്നാൽ മതി. അല്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾക്കുള്ള വീഡിയോകൾ പുറകെയൊക്കെ വരും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ നോബിൾ ഫിലിപ്പിന്റെ പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണുസുതിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണുസുതിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കാനിടയായി. എടോ, തനിക്ക് നാണമില്ല എടോ? വീണ്ടും ഞാൻ ചോദിക്കുക, തനിക്ക് നാണം? എന്തിനാ ഇത് ചോദിക്കുന്നത്? അതില്ലെന്ന് ഈ ഒരു ഡയലോഗിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. തന്നെ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു. താനെന്താ പൊട്ടനായിരുന്നോ അപ്പോ? ആയിരുന്നോ ബിഷപ്പേ? താങ്കൾ ഒരു പൊട്ടനായിരുന്നോ? അല്ല, താങ്കളെ കുറെ പേര് ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറയുന്നു. രേണുസുതിയെ ബിഗ് ബോസിലേക്ക് സജ്ജമാക്കുന്ന സമയത്ത് ബിഷപ്പിനെ അങ്ങോട്ട് ഇറക്കി കളിച്ച് നമ്മൾ അങ്ങോട്ട് കുറെ ഉണ്ടാക്കി. നാണമില്ലേ ബിഷപ്പ് ഇത് പറയാൻ? നാണമില്ലേ? താങ്കൾ അന്ന് വന്നിരുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിഷപ്പല്ലേ പോരെ, നിർത്തിക്കൂടെ? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഴയ എൻ്റെ വീഡിയോകൾ തപ്പിയാ കിട്ടും. ഇപ്പോഴും അത് തന്നെ ചോദിക്കുന്നുള്ളൂ, തനിക്ക് നിർത്തിക്കൂടെ? എന്തിന്റെ കാര്യം ഉണ്ടായിട്ട്? രേണുസുതിയെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പിനെ അങ്ങോട്ട് പിടിച്ചിറക്കി അങ്ങോട്ട് വേറെ ലെവൽ ഗെയിം അങ്ങോട്ട് കളിച്ച്. എടോ ബിഷപ്പേ, തന്നോടുള്ള വില എല്ലാവർക്കും പോകും കേട്ടോ ഈ മണ്ടത്തിനും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അല്ല, ഇനിയിപ്പോൾ താൻ പറയുന്നത് എനിക്കറിയത്തില്ല, ഞാനൊന്നും തന്നെ ഇറക്കിയിട്ടില്ല. ഇനി ആരെങ്കിലും തന്നെ അങ്ങനെ ഇറക്കിയതാണെങ്കിൽ താനെന്താ പൊട്ടനായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ട ബിഷപ്പേ, ഇങ്ങനൊന്നും പറയില്ലേ ബിഷപ്പേ. ഞാനും രേണുസുതിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത്
നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണുസുതി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണുസുതിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. ഉത്തരം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഉത്തരം കേൾക്കാം, താങ്കളുടെ ഉത്തരം കേൾക്കാം. പക്ഷെ താങ്കൾ അത്രയും പറഞ്ഞു വെച്ചതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം ചോദിക്കണം. ബിഷപ്പേ, അന്ന് താങ്കൾ വന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്ന അങ്ങോട്ട് കഥകളൊക്കെ പാടി പറഞ്ഞിങ്ങനെ നടന്നപ്പോഴത്തേക്ക് റിയാക്ഷൻ വീഡിയോസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ, അപ്പൊ ഈ കുത്തലൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ എന്താ ഇത്ര കുത്തല്? നാട്ടുകാർ തെറി പറയുന്നുണ്ടോ? ബിഷപ്പേ, അതിന് റിയാക്ഷൻ വീഡിയോക്കാർ തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾ ആദ്യമേ കൊടുത്ത ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കിയാൽ മതി. അവിടെ റിയാക്ഷൻ വീഡിയോക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഒന്നാന്തരം തെറികൾ എഴുതിയിട്ടുണ്ട് ആൾക്കാർ. മനസ്സിലായോ? അത് ആ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോക്കാർ ഈ സാധനം എടുത്തിട്ട് അങ്ങോട്ട് റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ബിഷപ്പ് അതൊന്ന് മനസ്സിലാക്കി. എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് ഇട്ട് വന്ന് അങ്ങ് സ്കൂട്ടായി പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അടിച്ചങ്ങ് തരും. ഓക്കെ, ഇപ്പൊ ഈ തരുന്ന പോലെ അത്രേ ഉള്ളൂ പറയാൻ. റിയാക്ഷൻ വീഡിയോക്കാര്, പ്രശ്നക്കാര്, താങ്കൾ മാത്രം പുണ്യാളനാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റായിപ്പോയി അല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നോ? അയ്യോ, നല്ലൊരു മനുഷ്യൻ, തീർന്നില്ലേ? എല്ലാം തീർന്ന് കിട്ടിയില്ലേ? ആ വിഗ്രഹം അങ്ങോട്ട് താഴെ വീണ് ഉടഞ്ഞു കിട്ടിയില്ലേ? ഇതെല്ലാം പോട്ടെ, ആ സ്ഥലം കൊടുത്തത് എടോ എന്തു മനുഷ്യനാടോ താൻ? തനിക്ക് നിർത്തിക്കൂടെ? താൻ ആ സ്ഥലം മറ്റേ മേപ്പോട്ട് പോകുന്നിടത്തെടുത്ത് പുഴുങ്ങി തിന്നുവോ? ഇപ്പോഴും അതിനെപ്പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കൊടുത്ത സ്ഥലം പൊന്നുമൊന്നെ കിച്ചു, നീ കാണുന്നുണ്ടെങ്കിൽ ഇയാളുടെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ ഋതപ്പനൊന്ന് ആ കൊച്ചു ചേർക്കാൻ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് ഇയാൾക്ക് തന്നെ അല്ലെങ്കിൽ ഇയാളുടെ വീട്ടുകാർക്ക് തന്നെ ആ സ്ഥലം അങ്ങ് തിരിച്ചെഴുതി കൊടുക്കുക. അതാ നല്ലത്. നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റത്തില്ലേ? ഇയാളുടെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ആജീവനാന്തം എൻ്റെ പൊന്നെ അങ്ങ് ചെന്നാലും ഇയാൾ ചിലപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഇരുന്ന്. നാം കൊടുത്തതിനകത്താ അവർ താമസിക്കുന്നത്, നാം കൊടുത്തതിനകത്താ. ബാക്കി കേൾക്കാം നമുക്ക്. രേണുസുതി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണുസുതി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്, ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉള്ളതാണ്. അപ്പോൾ രേണുസുതിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണുസുതിയുടെ പിതാവും മാതാവും സഹോദരിയും രേണുസുതിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. രേണുസുതിയും വന്നിട്ടുണ്ടായിരുന്നോ? രേണുസുതിയും വന്നിട്ടുണ്ടായിരുന്നോ താങ്കളുടെ വീട്ടിലേക്ക് വയ്യാതിരുന്ന സമയത്ത്? അല്ല, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നല്ലോ. രേണുസുതിയുടെ മാതാവും പിതാവും ചേച്ചിയും വന്നിട്ട് താങ്കളെ ആനയിച്ചുകൊണ്ട് പോയെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ രേണുസുതിയും വന്നായി അല്ലേ? ബിഷപ്പേ, നിർത്തിക്കോ ഇന്റർവ്യൂ കൊടുക്കുന്നത്, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ആദ്യം പറഞ്ഞതിനകത്ത് അല്ല, ആദ്യം പറഞ്ഞു വെച്ചതല്ല രണ്ടാമത് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? കയ്യിൽ നിന്ന് പോകുന്നുണ്ടേ, ഓർത്ത് വെച്ചോ. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണുസുതിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ, ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ രണ്ട് പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ പോയേക്കുന്നത് ഫുള്ള് രേണുസുതിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൻ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദറിന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാനൊരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവര് താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനം ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും
ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ദേശനിവാസികളൊക്കെ അച്ഛനോട് വന്ന് പറഞ്ഞല്ലേ, അല്ല സോറി ബിഷപ്പിനോട് വന്ന് പറഞ്ഞല്ലേ, അവൻ അങ്ങനെയാണ് കേട്ടോ, അവൻ ഇങ്ങനെയാണ് കേട്ടോ, ഇത് പറഞ്ഞ ഉടനെ ബിഷപ്പ് അങ്ങ് വിശ്വസിച്ചു. അല്ല വിശ്വസിച്ചോ? ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഉടനെ അങ്ങ് വിശ്വസിക്കുന്ന ബിഷപ്പ് സത്യം പറഞ്ഞ ഈ കൊടുക്കുന്നതിന് മുമ്പ് ആ വീട്ടുകാരെ പറ്റി അന്വേഷിച്ചില്ലായിരുന്നോ? അല്ല അങ്ങനെ അന്വേഷിക്കണമല്ലോ. ആരെങ്കിലും ഒരാൾ ഇപ്പം ശ്രീകണ്ഠൻ നായരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പുള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന്. ആര് പറഞ്ഞാൽ ഉടനെ, ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് കൊടുക്കാനിരിക്കുവാണോ? തിരക്കത്തില്ലേ? തിരക്കത്തില്ലേ? അല്ല അന്നങ്ങനെ തിരക്കാഞ്ഞത് എന്താ? അല്ല ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഇതൊന്നും അല്ലായിരുന്നല്ലോ ബിഷപ്പെ പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ തങ്കക്കൊടം കിച്ചുമോൻ, പൊന്നുംകൊടം കിച്ചുമോൻ, രേണുസുതി എന്തൊക്കെയാ അവള് കാണിക്കുന്നേ. ഓക്കെ, അവർക്ക് വയ്യ, ആ സാഹചര്യത്തിൽ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും, ഓക്കെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ഈ മറ്റേ ഇരട്ടത്താപ്പ നല്ല വിളിക്കേണ്ട ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്. മനസ്സിലായോ? വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരൊറ്റ കാര്യമുള്ളൂ പറയാൻ. താനല്ല ഈ റിയാക്ഷൻ ചാനലുകാരുടെ മറ്റേ സോഷ്യൽ മീഡിയയിലെ നെഞ്ചത്ത് വെച്ചിട്ട് ഊരാൻ നോക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, വെറും തെമ്മാടിത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ ആ പരിപാടി. ഓക്കെ, നിങ്ങൾ നല്ലതാണെങ്കിൽ ഒരാളും നിങ്ങളെ പറ്റി പറയും, നമ്മൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആരെങ്കിലും ഒക്കെ പറയും, പോട്ടെ. പക്ഷേ ഈ നമ്മളായിട്ട് തന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിലോട്ട് നമ്മൾ നല്ലതാണ് എന്നും പറഞ്ഞിറങ്ങുന്ന പരിപാടിയില്ലേ, അവിടെ പണി പാളും. അതാണ് താങ്കൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ബാക്കി ഞാൻ എപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യരെന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുതിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണുസുതിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. അനവധി പേരുടെ ചോദ്യങ്ങൾ താങ്കളുടെ അടുക്കിലേക്ക് വരട്ടെ. അതിനു മുമ്പ് താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു, അതാണ് ഇത്രയും പ്രശ്നമായത്. താങ്കൾ എന്താ ചെയ്യുന്നത്? ബിഷപ്പെ താങ്കൾ എന്താ ചെയ്യുന്നത്? താങ്കൾ അങ്ങോട്ട് വന്നിട്ട് കിച്ചുവിനെ അങ്ങോട്ട് കുത്തിയിരുന്ന് പറഞ്ഞു. ഓൾറെഡി രേണുവിന് നല്ല തെറിവിളി ഒരു സൈഡിൽ കൂടെ കിട്ടുന്നുണ്ട് ഈ വയ്യാത്ത സാഹചര്യത്തിൽ അവർ കാണിക്കുന്ന പരിപാടികൾക്ക്. മനസ്സിലായോ? ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞാലും അവരിപ്പോഴും ഫോൺ എടുത്ത് വെച്ച് പിടികിട്ടിയോ? ഇതിനൊക്കെ നല്ല തെറിവിളി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മറുകണ്ഠം ചാടി കിച്ചുവിനെ കുറ്റം പറഞ്ഞു വരുന്നത്. നിങ്ങൾ പൊട്ടനാണോ? നിങ്ങളെന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത്? നിങ്ങൾക്കെതിരെ അവരാരെങ്കിലും വല്ലതും പറഞ്ഞോ? കിച്ചുവോ രേണു എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളെന്തിനാ ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂ കൊടുത്ത് ഇറങ്ങിയിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? അല്ല അങ്ങനെ ഇറങ്ങിയോണ്ടല്ലേ നാട്ടുകാരുടെ വായിരിക്കുന്നത് തെറി കേൾക്കേണ്ടത്. ഒരുപാട് അങ്ങ് മാന്യം കളിക്കാൻ ഇറങ്ങല്ലേ ബിഷപ്പെ, ഒരുപാടങ്ങ്. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ, കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. എടോ, സമൂഹത്തിൽ ഇങ്ങനെ തന്നെ വലിച്ചു കീറുന്ന അവസ്ഥ താനാ ഉണ്ടാക്കിയത്. താനെന്തിനാ ഞങ്ങളുടെ ബന്ധത്തോട്ട് കയറുന്നേ? താനാ ഇതൊക്കെ ഉണ്ടാക്കിയത് ബിഷപ്പേ, പിടികിട്ടിയോ? അല്ലാതെ റിയാക്ഷൻ ചാനലുകാരെയും നാട്ടുകാരെയും താനിങ്ങനെ കുത്തിയിരുന്ന് അവരായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. താൻ വീണ്ടും വീണ്ടും ഓരോ താനത്ത് പൊട്ടൻ, ഇയാളുടെ കൂടുതൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. വീണ്ടും വീണ്ടും വന്നിരുന്ന് കഥ പറഞ്ഞിട്ട് നാട്ടുകാരെ തെറി കേട്ടിട്ട് പിന്നെ റിയാക്ട് ചെയ്യുന്നവരുടെ നെഞ്ചത്തോട്ടാ. അതെവിടുത്തെ പരിപാടിയാ അത്? അതിന്റെ പ്രധാന കാര്യം രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയുമേ ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല
രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. അല്ല, അവൻ മടങ്ങി ചെല്ലാത്തതിന് ബിഷപ്പിന് തന്നെ ബിഷപ്പിന് ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിൽ അവൻ അവിടെ ചെന്നിട്ട് എടുക്കാത്തതിന് പിന്നെ വലിയ കാര്യത്തിൽ ഈ കേസ് പറയുന്നുണ്ടല്ലോ, ഇതെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. മനസ്സിലായോ? ഈ പോലീസ് പിടിച്ച കേസ് 2 അടിച്ചിട്ടെങ്ങാണ്ട് അവൻ പോയത്, അത് പോലീസ് തൂക്കിയ കാര്യം അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ നാട്ടുകാർ പറഞ്ഞു എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തോന്നാ ബിഷപ്പേ? എന്തോന്നാ ഇത്? താൻ സ്വയം നാറിക്കൊണ്ടിരിക്കുക. താൻ അതൊന്നും മനസ്സിലാക്കി. ഇയാൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് തോന്നുന്നു. ഇയാൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. പോട്ടെ, ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് പറ്റും അല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാ? താങ്കളുടെ വസ്തുവിനകത്ത് കയറി അവൻ താമസിക്കുന്നതുകൊണ്ടാണോ? അതുകൊണ്ടാണോ തെറ്റ് കണ്ടാൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം ഉള്ളത്? എടോ, ഇറക്കി വിടുറോ അവരെ, അതാ നല്ലത്. താൻ ഇങ്ങനെ 24 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഈ കൊടുത്തതിൻ്റെ ഇറക്കി വിടവരെ. തനിക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാവുന്ന പോലെ തന്നെയാണോ സോഷ്യൽ മീഡിയയിൽ വന്ന് താൻ ഈ കുണ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർത്താനം പറയാൻ പറ്റുന്നത്? മനസ്സിലായോ? അത് മിസ്റ്റർ ബിഷപ്പ് ഒന്ന് മനസ്സിലാക്കുക. പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? തെറ്റിനെ ഒന്നും താങ്കൾ സപ്പോർട്ട് ചെയ്യണ്ട. താങ്കൾ ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് രേണുസുതി എടുത്തിട്ട് വറുത്തോണ്ടിരുന്നില്ലേ? അയ്യോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കയറിയിരുന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്നല്ലോ. ആ സമയത്ത് സാറിനോട് നാട്ടുകാരൊന്നും പറഞ്ഞില്ലേ കിച്ചുവിനെ പറ്റി? ആ സമയത്ത് ഒന്നും പറഞ്ഞില്ലായിരുന്നോ? അതോ ആ സമയത്ത് രേണുവിനെ എറിഞ്ഞാലേ താങ്കൾക്ക് ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ? ഈ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയിൽ താങ്കളെ ഈ രേണുസുതി കാരണമാണ് നമ്മളൊക്കെ അറിയാൻ തുടങ്ങിയ കേട്ടോ. അത് വേറെ കാര്യം, ഉള്ളത് പറയണമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് താങ്കളും പൊടിക്കടങ്ങ്. രേണുവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്ന് പൊടിക്കടങ്ങാൻ, അതുപോലെ തന്നെ ഒന്ന് പൊടിക്കടങ്ങ്. ചുമ്മാ കിടന്നുകൊണ്ട് അങ്ങോട്ട് തിളയ്ക്കാതെ. കൂടുതൽ കുഴപ്പങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടത്തേ ഉള്ളൂ നിങ്ങളുടെ നാക്കുകൊണ്ട്. അത് മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെട്ടൻ ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത് കുറച്ചു മുന്നല്ലേ താൻ പറഞ്ഞത് ഞാനൊരു വാണിംഗ് കൊടുത്തതാണ് പറഞ്ഞില്ലേ? എടോ 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 അവിടെ എഴുതി കൊടുത്ത എന്തോ അവൻ കള്ളു കുടിച്ചിനി അവിടെ കിടന്ന് മറിയത്തില്ലെന്നല്ലേ? എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത് ബിഷപ്പേ? എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്? കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയറായിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവർ. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ
ഉത്തരവാദിത്തം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഓക്കെ. ഈ പ്രോപ്പർട്ടി അതെ. ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ റിതുൽ ദാസ് എന്നാണ്, മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് അച്ഛന് ഇത്ര അഹങ്കാരം അല്ലേ? എൻ്റെ പൊന്നുമോനെ കിച്ചു, നീ പറ്റുമെങ്കിൽ ഒരു പുതിയൊരു വീടോ അല്ലെങ്കിൽ ചെറുതായിട്ട് വാടകയ്ക്കോ എന്തെങ്കിലും എടുത്തിട്ട്, രേണുവിനെയും ഋതപ്പനെയും കൊണ്ട് മാറാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, പക്ഷെ നീ ഇനി അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഇയാൾ തിന്നട്ടെ അത് മൊത്തത്തിൽ. പിടികിട്ടിയോ? നീ അങ്ങോട്ട് കയറണ്ട. അവിടെ വേണമെങ്കിൽ വന്ന് താമസിച്ച റൂം ഉണ്ടായിരുന്നു. ഇവിടെ എന്തിനാണോ താൻ കൊടുത്തത്? അത് എന്തിനാ തൻ്റെ സ്ഥലം കൊടുത്തത് താൻ വീട് വെക്കാൻ? താൻ കൊടുക്കണ്ടായിരുന്നു കേട്ടോ ബിഷപ്പേ. താൻ ഇനിയും ദൈവത്തെ ഓർത്ത് ആരെയും സഹായിക്കാൻ നിൽക്കരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും കൂടി ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ നിന്നൊന്നും ആരും സഹായം മേടിക്കാൻ നിൽക്കല്ലേ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആജീവനാന്ത് ഇയാളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. ഇയാൾ എന്ത് പറഞ്ഞാലും ആട്ടിയാലും തുപ്പിയാലും കേട്ടിങ്ങനെ കിടക്കേണ്ടി വരും. എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.